ഹലോ, നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ് ഉള്ളത് കേട്ടോ. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ കോവളത്ത് അബാദ് എന്ന് പറയുന്ന റിസോർട്ടിൽ ഒരു 1 ഡേ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ വന്നത് എരക്കങ്ങളിലെ മേഴ്സിയാൻ്റെയും കൂടാണ്. കുറേ ദിവസം വഴക്കൊക്കെ ഉണ്ടാക്കി. നമ്മൾ ഈസ്റ്ററിന് അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാനും അതിൻ്റെ കൊണ്ട് പ്ലാൻ ചെയ്ത് അങ്കിളിനും ഇങ്ങനെ പ്രഷർ ചെയ്ത് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് വെക്കേഷൻ നാട്ടിലുള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 1 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ വീട് പോലെയാണ്, നല്ല രസം. ഇതുപോലത്തെ ഒരു വീടാണ് നമ്മൾ എടുത്തിരുന്നത്. ഞാനതിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം. മുറ്റവും പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു പൂളും ഒക്കെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നമുക്ക് ഫുൾ ബോഡി മസാജും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മൾ എടുത്ത വീട്. എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. റൂമിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ആ ഒരു സിറ്റ് ഔട്ട് പോലെ ചെറിയൊരു ഏരിയ, 2 ചെയറൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്. ആൻറ്റി വന്നിട്ട് എന്തൊക്കെയോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്കാണെങ്കിൽ ഇന്നിനിപ്പം വെൽക്കം ഡ്രിങ്ക് കേട്ടോ. ഇതൊരു പൈനാപ്പിൾ ജ്യൂസ് ആരെന്ന് തോന്നുന്നു വെൽക്കം ഡ്രിങ്കിന് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചിട്ട് നമുക്കിനിയിപ്പം പുറത്ത് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവളം ബീച്ച് നമ്മളെ കൊണ്ടുപോകാൻ അങ്കിൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ ഇന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് പോകാനുള്ള സാധ്യതയില്ല. ഞങ്ങളൊക്കെ ടയേർഡാണ്. യാത്ര ചെയ്ത് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വഴിയോരക്കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി നമുക്കൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി കുറേ നേരമൊക്കെ ഞങ്ങളകത്ത് വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടന്നു. നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ആൻറ്റി അങ്കിളും അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ആ സമയം കൊണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനെന്നും പറഞ്ഞുകൊണ്ട് അതിലേക്കൂടെയൊക്കെ നടന്ന് ഉള്ളതൊക്കെ ഞാനും എടുത്തു. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കുറച്ചൊരു പ്ലേ ഏരിയയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഭയങ്കര അതൊന്നും അല്ലെങ്കിലും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി ഒരു 1 ഡേ ഒരു 2 ഡേയ്സ് ഒക്കെ നിൽക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ പൂളിൻ്റെ കാര്യം, നമ്മൾ ഇവിടെ വന്ന് വെയിലത്തൊന്നും കിടക്കാനൊന്നും നമുക്ക് വയ്യായിരുന്നു. നമുക്കല്ലാതെ തന്നെ കുറേ പരിപാടികളായിരുന്നു. പിന്നെ ഈ മസാജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആയുർവേദ മസാജായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് അടുത്തൊക്കെയുള്ള ഭയങ്കര അടിപൊളി എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കി തപ്പിയാണ് നമുക്ക് ഒരെണ്ണം കിട്ടിയത്. ഉസ്താദ് ഹോട്ടലിൽ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ പോയി നോക്കാം. നല്ല റിവ്യൂസൊക്കെയാണ് ഗൂഗിളിൽ കണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മോർണിംഗ് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പക്ഷേ ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇവിടെ തന്നെ ഇരിക്കാതെ ഒന്ന് പുറത്തൊക്കെ പോവുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോയി ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാം. ബീച്ചിൽ പോവും. ഞങ്ങളുടെ ബെഡ്റൂം, കോട്ടേജ് ബെഡ്റൂം. നൈസ് ഇല്ലേ? അതെ, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്, AC ഉണ്ട്, നല്ല തണുപ്പ്, വെരി ചൂടുണ്ട്, നല്ല ചൂടാണ്. നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളിൽ കാലിട്ട് കുറെ നേരം അല്ലേ. ഞങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു സ്വിമ്മിംഗ് പൂൾ, അതിൽ ഇറങ്ങാനോ പറ്റില്ല. ഇനി കാലെങ്കിലും ഇട്ടിരിക്കാന്ന് വിചാരിച്ചു. കുറേ ഹോട്ടൽസ് ഒക്കെ നോക്കി വഴി തെറ്റി അവസാനം ഞങ്ങള് ഹമ്മൂർ എന്ന് പറയുന്ന ഫിഷ് ആദ്യം ഹമ്മൂർ ആ ഫിഷ് ആദ്യം ട്രൈ ചെയ്യാൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല മീനൊക്കെ ഫ്രഷ് ടൈഗർ പ്രോൺസ് വാങ്ങി നമ്മൾ. പിന്നെ എല്ലാവരും വന്ന് ഉസ്താദ് ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അവർ നമുക്ക് പൈസ തന്നിട്ട് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. നമ്മൾ ഒരുപാട് കറക്കിയാണ് ഇവിടെ വന്നത്. വഴിയൊക്കെ തെറ്റി നല്ല ടേസ്റ്റാണ്. മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് മീനില് പ്രോൺസ് നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല.
ഇവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് ചോദിച്ചിട്ട് നമുക്ക് തരാം. ഏതാ വേണമെന്ന് ചൂസ് ചെയ്യാം. നമുക്ക് അറിയില്ല ഏതൊക്കെയാണ്, കുറേ വെറൈറ്റീസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി നമ്മൾ സുലൈമാനി പറഞ്ഞു നമ്മുടെ സെയിം നമ്മുടെ ഉസ്താദ് ഹോട്ടൽ മൂവിയുടെ ഇറക്കിയില്ല അതേപോലെ പുറത്തൊക്കെയുള്ള നല്ല രസമുണ്ട്. ഞാൻ കഴിക്കട്ടെ. ഞങ്ങൾ റോഡൊക്കെ നോക്കി വഴി തെറ്റിച്ചിട്ട് വീണ്ടും വന്നിട്ട് അപ്പം നോക്കുമ്പോൾ ഞങ്ങൾ വരാൻ നിന്നത് സൺ താര എന്ന് പറഞ്ഞ ഒരു മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. അത് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടല്ല എവിടോട്ട് ഹാർമണിയിലോട്ട് തിരിച്ചു പോകാൻ നേരം നമ്മുടെ വയറൊക്കെ ഭയങ്കര ഫുള്ളാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സൻറ്റാര എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ 3 പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു. അതിൽ 2 എണ്ണം മധുരം കുറച്ചും എൻ്റെതൊക്കെ നന്നായി മധുരം ഇട്ടതും കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാനും അത് കുടിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ച് വന്നിട്ട് കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു. അവിടെ വെള്ളത്തിൽ കാലിട്ടിരുന്ന് കഥകൾ പറഞ്ഞിരുന്ന കാരണം നമുക്ക് പിന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ കൊതുകിൻ്റെ ശല്യം കൂടിയപ്പോൾ നമ്മൾ പതുക്കെ എങ്കിൽ പിന്നെ പോയി കിടന്നുറങ്ങാം, നാളെ കാലത്ത് ബീച്ചിൽ കൊണ്ടുവന്ന് അങ്കിൾ ഏറ്റിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും രാവിലെ നമ്മളെ ബീച്ചിൽ കൊണ്ടുപോകും എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് ഉറങ്ങാൻ പോവാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലെ നാളെ ബീച്ചിൽ കാണാം. അപ്പം നമ്മൾ കൊണ്ടുവന്ന സ്നാക്ക് കേക്ക് എന്തായിരുന്നു കേട്ടോ, അതൊക്കെ ആൻറ്റി ഇങ്ങനെ എടുത്തിട്ട് എന്നോട് പറയുമായിരുന്നു, അയ്യോ ഇതൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഇനിയിപ്പം കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ നമുക്ക് പോകാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ എണീറ്റു. എനിക്ക് കണ്ണിലോട്ട് ഒട്ടും വെയിലടിക്കാൻ ഒക്കത്തില്ല. തല എൻ്റെ പൊട്ടി പൊളർന്ന് കുറേ ദിവസത്തിന് പിന്നെ തലവേനയായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ വേറെ ഗ്ലാസ്സൊന്നും കൊണ്ടുവന്നില്ല. ഇത് വെച്ചപ്പോൾ എനിക്ക് ആകെ എന്തോ മൊത്തത്തിലൊരു മഞ്ഞ വെളിച്ചം. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് കളഞ്ഞു. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ പറഞ്ഞ് സമ്മതിച്ച പോലെ രാവിലെ തന്നെ ബീച്ചിൽ കൊണ്ടുവന്നെങ്കിൽ ഏറ്റു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ചുകൂടെ ലേറ്റായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ രാവിലെ സൺസ്ക്രീനൊക്കെ വാരിയിട്ടുകൊണ്ട് ഞാനും ആൻറ്റി അങ്കിളും കൂടെ നേരെ ബീച്ചിലോട്ട് പോവാട്ടോ. കണ്ടില്ലേ, നമ്മൾ റൂം തുറന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാ കുറച്ച് വീടുകൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കി കുറേ ഓരോരോ വീടുകളായിട്ടാണ് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. അടുത്തടുത്തല്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ഈ പൂള് നേരെ ഡോർ തുറക്കുമ്പോൾ കാണാം കേട്ടോ. അതൊരു നല്ല ഭംഗിയാണ്. അതിൻ്റെ മാവിലൊക്കെ നിറയെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി കാലിന് വെള്ളത്തിൽ കാലൊക്കെ ഇട്ടൊക്കെ ഇരുന്നത്. പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ സെറ്റപ്പ് കാണാനൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ, വേറൊരു രീതി. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പോയിട്ട് വരാം. കുറേ വീഡിയോസും ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലിടാനുള്ളതും ഒക്കെ നമ്മൾ എടുത്തു. പോയി വന്നിട്ട് നമുക്ക് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡിലേ ആക്കണ്ട, വെയിലുമായിരിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഇവിടെ ഫിഷിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് അടുത്ത് പോയി കാണണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പോയി നിന്നു. കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. ഞാൻ ക്യാപ്പൊക്കെ വെച്ചത് ഈ തലവേദനയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിൽ, ഈ പറയത്തക്ക പോലെ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അങ്കിളാവെന്ന് പറഞ്ഞാൽ പോകണ്ടാണ്, നമുക്ക് ഇവിടം വരെ വന്നിട്ട് നമ്മൾ ബീച്ചിൽ പോകാതെ പോകുന്ന കേട്ടോ എന്നോർത്തിട്ട് നമ്മൾ പോയി. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും രസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവരിവിടെ എന്തോ ചെയ്യുന്നതെന്നൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ലാഞ്ഞ കാരണം പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്ന കാരണം നമ്മൾ തിരിച്ചു പോരുന്നു. നമുക്കിന്ന് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. പിന്നെ ഈ പൂളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര അടിപൊളിയാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആ വൈബും ആ കളറിലും ആ ഷേപ്പിലൊക്കെ അത് ചെയ്തിട്ടേക്കുന്നത് കാണാനും പിന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്കൂടെ നടന്നപ്പോൾ മാങ്ങയോ ഏതാണ്ടൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഇങ്ങനെ പറിക്കുകയും തിന്നുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ബുഫേ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഫ്രൂട്ട്സും എഗ്ഗും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതൊക്കെ മതി. അല്ലാതെ പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും വലിയ താല്പര്യമില്ല.
അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ ഈ പപ്പായയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സും അതും ഇതൊക്കെ കഴിച്ചു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഉഴുന്നുവടകളാണ്, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേണ്ടുന്ന ഫുഡെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ നേരം പിന്നെയും വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞെങ്കിലും നമ്മൾ ഇന്ന് തൊട്ട് പ്ലാനിങ് ആണ് അടുത്ത് ഇനി എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.